കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും കൂടെ കൂടിക്കോളൂ. നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ വളരെ മനോഹരമായൊരു എപ്പിസോഡായിരുന്നു. നമ്മുടെ സത്യഭാമയുടെ വീട്ടിൽ ചെന്നിട്ട് ചന്ദ്രബോസും കൂട്ടാളികളും ചേർന്ന് അവിടെ വിഷ്ണുവിനെ തപ്പുകയാണ്. അപ്പോൾ രാഘവൻ നായർ സത്യഭാമ ഒന്നും മിണ്ടുന്നില്ല. രാഘവൻ നായർ പറയുന്നുണ്ട് ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും ചന്ദ്രബോസ് കേൾക്കുന്നില്ല. അപ്പോൾ നിങ്ങളോടല്ലേ പറഞ്ഞതെന്ന് രാഘവൻ നായർ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രബോസ് പറയുന്നു മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ചവിട്ടി ഒരു ഇരിപ്പിലാക്കുമെന്ന് പറയാം. അപ്പം രാഘവൻ നായർ പറയും ഇനി എന്തിരിക്കാൻ, എനിക്ക് ഇത്രയൊക്കെ ഉള്ളെന്ന് പറയാം. അപ്പം സത്യഭാമയോട് ചന്ദ്രബോസ് പറയും ഇയാളോട് വായടച്ചിരിക്കാൻ പറ എന്ന് പറയും. കൂടുതൽ കളിച്ചാലും ഉണ്ടല്ലോ എന്നുള്ള രീതി പറയുകയാണ്. അപ്പോഴത്തേനും പോലീസുകാർ അകത്തുനിന്ന് ഇറങ്ങി വരും. ഇവിടെയൊന്നും ഇല്ല സാറേ എന്ന് പറയും. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മുടെ ശാലിനിയും വിഷ്ണു ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, എന്തായാലും വിഷ്ണുവേട്ടൻ ഒരു കാര്യം ചെയ്യണം, ആ പോയ വഴികളിലൂടെ ഒന്നും കൂടെ ഈ ഫ്രൂട്ട്സ് വണ്ടിയായിട്ട് നമുക്ക് പോകണം, നമുക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് പറയും. എവിടേക്ക് നിർത്തി, എവിടേക്ക് ഇറങ്ങി, ഇതെല്ലാം ഓക്കെ. അതുപോലെ CCTV ദൃശ്യങ്ങൾ നമുക്ക് എടുക്കാം, എന്തായാലും നമുക്ക് കിട്ടുമെന്ന് പറയും. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, പോലീസുകാർ ഇത് തെളിയിക്കത്തൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ തെളിയിക്കണമെന്ന് വിഷ്ണു ശാലിനി പറയുകയാണ്. അപ്പം വിഷ്ണു പറയും അതിന് കമലവും കൂടെ വേണമെന്ന് പറയും. അപ്പോൾ പറയും കമലത്തിനെ ഇന്ന് തന്നെ ഇറക്കാനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഇന്ന് തന്നെ ഇറങ്ങും എന്നുള്ള രീതിയിൽ പറയും. അപ്പം വിഷ്ണു പറയും എൻ്റെ അച്ഛൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അവസ്ഥ തന്നെ, ഉറങ്ങാനും വയ്യാത്തൊരവസ്ഥയാണെന്ന് പറയും. അച്ഛനെ നോക്കാൻ പോലും പറ്റുന്നില്ല, അച്ഛൻ്റെ ഓർമ്മയൊക്കെ പോയിരിക്കുകയാണ്, അച്ഛനന്ന് വന്നതുകൊണ്ടാണ് പപ്പിമോളെ രക്ഷിക്കാനായെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ വിഷ്ണു പറയുകയാണ്. ഞാനിങ്ങനെ ആയതുകൊണ്ടല്ല എനിക്ക് അവരെ കാണാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോൾ ശാലിനി പറയുന്നു വിഷമിക്കേണ്ട, എല്ലാം ശരിയാവും, വിഷ്ണുവേട്ടൻ എന്തായാലും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഇതേ സമയത്താണ് നമ്മുടെ ശാരദ ടീച്ചറാണെങ്കിൽ ശ്യാമയോട് പറയുന്നു നീ വീണ്ടും രോഹിത്തിൻ്റെ അടുത്ത് ചെല്ലണം എന്ന രീതിയിൽ പറയുന്നു. നല്ല രീതിയിലാണ് ശാരദ ടീച്ചർ പറയുന്നത്. പക്ഷേ ശ്യാമ ഇത് നെഗറ്റീവായിട്ട് എടുക്കുകയാണ്. ഉടനെ തന്നെ കുഞ്ഞിനോട് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാം, ഇനി നമ്മളെ ഇവിടെ ഇവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവർക്ക് നമ്മൾ ശല്യമാണ്, നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ ശാരദ ടീച്ചർ പുറകെ ഇറങ്ങി എവിടെയാണ് മോളെ എന്ത് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന സമയത്ത് 2 പോലീസ് വണ്ടികൾ അങ്ങോട്ട് വരികയാണ്. അത് ചന്ദ്രബോസും കൂട്ടുകളികളുമാണ്. വന്ന ഉടനെ തന്നെ എല്ലായിടത്തും കയറി തപ്പുകയും ടീച്ചറുടെ കടയിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയൊക്കെ ചെയ്യണം. അപ്പോൾ ടീച്ചർ ചോദിക്കും എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും വിഷ്ണുവിന് തപ്പി വന്നതാണ്, ഇവിടെ കാണും എന്നുള്ള രീതി പറയുകയാണ്. അപ്പോഴത്തേനാണ് ശാലിനി ഒരു ഓട്ടോയിലേക്ക് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ശാലിനി ചന്ദ്രബോസിനോട് പറയും നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ വലിച്ചെറിയുന്ന പോലീസുകാരോട് പറയും നിർത്തണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ നിർത്തുന്ന സമയത്ത് ചന്ദ്രബോസ് പറയും താങ്കളതിന് ലീവിലല്ലേ, നിർബന്ധിത ലീവിലല്ലേ, ആ കസേരയിലൊന്നും അല്ലല്ലോ അധികാരം കാണിച്ച് പറയേണ്ട എന്നുള്ള രീതിയിൽ പറയും. അപ്പം ശാലിനി പറയും അധികാരമില്ലെങ്കിലും ഒരു സാധാരണ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. IPC ഒരു നമ്പർ പറഞ്ഞിട്ട് ഇത് പ്രകാരം ഇങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള അവകാശമുണ്ട്, പക്ഷേ സാധനങ്ങളൊന്നും കടയിൽ നിന്ന് നശിപ്പിക്കാൻ ആരും അനുവാദം തന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ചന്ദ്രബോസ് പറയും ആ ശരി എന്ന് പറയും. എൻ്റെ ഹസ്ബൻഡ് എന്തായാലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്കും അറിയാമെന്ന് പറയും. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ കമലെന്ന് വിളിക്കും. അപ്പം കമല ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ ചന്ദ്രബോസ് നോക്കുമ്പോഴത്തേന് കമല ഇവനെങ്ങനെ ഇറങ്ങി എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവനെ തല്ലിയതെല്ലാം ഇങ്ങനെ വീണ്ടും കാണിക്കുന്നുണ്ട്, ഓരോ തല്ലുന്നതും എല്ലാം ഇങ്ങനെ എടുത്ത് വീണ്ടും ഒന്നും കൂടെ കാണിക്കുകയാണ്. അങ്ങനെ കമലും അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ശാലിനി പറയും നിങ്ങൾ നോക്കിയിരുന്ന് ഞാൻ എന്തായാലും ഇത് തെളിയിക്കും എന്ന് പറയും. അപ്പോൾ ഉടനെ ചന്ദ്രബോസ് എല്ലാവരോടും മതി നിർത്ത് നമുക്ക് അടുത്ത ദിവസം വരാം, ഇത് നമുക്ക് ശീലമാക്കാം അവനെ കിട്ടുന്നവരെ എന്നുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ്. അങ്ങനെ എല്ലാ പോലീസുകാരും അകത്തേക്ക് വരും. അപ്പോൾ ചന്ദ്രബോസ് പറയും എന്തായാലും ഈ വിലങ്ങ് എൻ്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ അവനെ വിലങ്ങ് അണിയിക്കുമെന്ന് പറയും. അപ്പോൾ ശാലിനി പറയും നമുക്ക് കാണാം ആരുടെ കയ്യിലെ വിലങ്ങണിയിക്കുന്നതെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. പിന്നീട് ശ്യാമ നമ്മുടെ രോഹിത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. രോഹിത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ രോഹിത്ത് എന്തിനാ ഇങ്ങോട്ട് കയറി വന്നതെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ശ്യാമ പറയും എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് പൊക്കോളാം എന്ന് പറയും. അപ്പോൾ സുസ്മിത വന്നിട്ട് പറയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ കൂടെ നിർത്തണം, നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ
ശ്യാമേനെയും കൊച്ചിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തുകയാണ്. അങ്ങനെ ഒരു റൂമിലിട്ട് അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. നിനക്ക് ഇനി ഇവിടുന്ന് പുറം ലോകം കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ രോഹിത് പറയുകയാണ്. അങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ തള്ളിയിടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് നമ്മുടെ വിഷ്ണുവിനെയും കൊണ്ട് സുബൈറിക്ക സത്യഭാമയും രാഘവൻ നായരെ കാണാൻ വേണ്ടി രാത്രി വരികയാണ്. അപ്പോൾ സുബൈറിക്ക രാഘവൻ നായരെ ഇങ്ങനെ വിളിക്കുക, നിങ്ങളെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെ വിഷ്ണു അവരുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഭയങ്കര എന്താ പറയുക, ഇമോഷണൽ ഇതൊക്കെ വരുന്നുണ്ട്. കാരണം മകനെ കാണാതെ കുറേ ദിവസങ്ങളായി. വിഷ്ണുവിനാണെങ്കിലും വല്ലാത്തൊരവസ്ഥ. പിന്നീട് നമ്മുടെ ശാലിനി ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ച് നിൽക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ശാലിനിയും വിഷ്ണുവും കമലിനും കൂടെ നാളത്തെ എപ്പിസോഡിൽ അവർ ആ ഫ്രൂട്ട്സ് കച്ചവടം വീണ്ടും പോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും അത് കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വിഷ്ണു എന്തായാലും പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അപ്പം നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.